ഹലോ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ SSC എക്സാംസ് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അപ്ഡേറ്റ് ഉണ്ട്. 2025 SSC നടക്കാനിരിക്കുന്ന എല്ലാ എക്സാംസിൻ്റെയും കലണ്ടർ പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് SSC JEE എക്സാംസിനെ പറ്റിയാണ്. ടെക്നിക്കൽ റിലേറ്റഡ് എക്സാംസ് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു വർഷമാണ് 2025. കാരണം ഇതിന് മുന്നേ തന്നെ RRB നടത്താനിരിക്കുന്ന എല്ലാ ടെക്നിക്കൽ എക്സാംസുകളുടെ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ടെക്നീഷ്യൻ, ALP, JEE എക്സാംസിൻ്റെ എല്ലാം കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ALP ഓൾറെഡി അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും JEEയും നമുക്ക് ടെക്നീഷ്യൻ എക്സാംസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് താമസിക്കാതെ വരും. ആ സമയത്ത് തന്നെയാണ് SSCയുടെ JEE വിജ്ഞാപനവും വന്നിരിക്കുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ വിശദവിവരങ്ങളിലേക്ക് നടക്കാം. ഡിപ്ലോമ, BTech, സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ സ്ട്രീംസിൽ പൂർത്തിയാക്കിയവർക്കാണ് അവസരം. 2 ടയറിലായിട്ടാണ് എക്സാംസ് നടക്കുന്നത്. ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വരാനിരിക്കുന്നത് ജൂൺ മന്ത് 30th അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പം ജൂലൈ 21 ആണ്. എക്സാം ഡേറ്റ്, ടെൻറ്റേറ്റീവ് ഡേറ്റ് ഏകദേശം വന്നിരിക്കുന്നത് 27 ഒക്ടോബർ മുതൽ 31 ഒക്ടോബർ വരെയാണ്. നമുക്കറിയാം 2 ടയറിലാണ് SSC JEE എക്സാംസ് നടക്കാറുള്ളത്, CBT 1, CBT 2. ഇപ്പോൾ CBT 1ൽ നമുക്ക് 3 സെക്ഷൻസ് ആണുള്ളത്: ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ സ്ട്രീംസിലെ ജനറൽ ടോപ്പിക്സ് ആയിരിക്കും അതിൻ്റെ അകത്ത്, ജനറൽ എഞ്ചിനീയറിംഗിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത്. CBT 2 എന്ന് പറയുന്നത് ഫുള്ളി ജനറൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ലൊരു അവസരമാണ്. കാരണം ഡിപ്ലോമ, BTech പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒരേ സ്ട്രെച്ചിൽ തന്നെ കുറേ അധികം സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് വരികയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാം ഡേറ്റും ഓൾറെഡി ടെൻറ്റേറ്റീവ് ഡേറ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മുതൽ ഒരു 7-8 മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് എക്സാംസ് എല്ലാം കവർ ചെയ്യാം. എക്സാംസിൻ്റെ പാറ്റേൺ എല്ലാം നോക്കുവാണെങ്കിൽ സെയിം തന്നെയാണ്. CBT 1ഉം CBT 2 ഒക്കെയാണുള്ളത്. അതിൻ്റെ അകത്ത് നമുക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും അങ്ങനെയുള്ള പേപ്പേഴ്സൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു അവസരമാണ്. കാര്യമായിട്ടൊരു ഫോക്കസ്ഡ് ആയിട്ടൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ, ഗൈഡൻസോട് കൂടി നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ടൈമൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് അഡ്വൈസ് ലഭിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു ഗ്ലാമർ പോസ്റ്റുകളൊക്കെ തന്നെയാണ് ഇത്. ഇപ്പോൾ ഏണസ്റ്റ് അക്കാഡമി ഈ കോഴ്സുകളെ ബേസ് ചെയ്തിട്ട് RRB JEE, RRB ALP ഒപ്പം SSC JEE ബേസ് ചെയ്തിട്ടുള്ള ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ് ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിലബസിലെ 2 പാർട്ടുകളും, ടെക്നിക്കൽ പാർട്ടുകളും ജനറൽ പാർട്ടുകളും ബേസ് മുതൽ ഡെപ്ത് വരെ കവർ ചെയ്യുന്നതായിരിക്കും. ഈ എക്സാമുകളുടെ പാറ്റേണെ ബേസ് ചെയ്തിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റുകളായിട്ടും ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും. വർക്കൗട്ട് സെഷൻസ് കാണും. ഒപ്പം ഒരു 20 സെറ്റ്സ് മോഡൽ എക്സാംസോട് കൂടിയാണ് നിങ്ങളെ നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി എല്ലാ സ്ട്രീമിലെയും ഫാക്കൽറ്റി, എക്സ്പേർട്സും മെൻറ്റേഴ്സും റെഡിയാണ്. കഴിഞ്ഞ ഒരു 5.5 കൊല്ലമായിട്ട് ടെക്നിക്കൽ റിലേറ്റഡ് സ്ട്രീമുകളിൽ നമ്മൾ കോഴ്സുകൾ നടത്തി വരികയാണ്. ഇത് നമ്മൾ നടത്തിയ കോഴ്സുകളിലെല്ലാം തന്നെ വലിയൊരു വിജയമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കേരള PSCയുടെ എക്സാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ RRB JEEയുടെ CBT 1 പബ്ലിഷ് ചെയ്തപ്പോഴും ALPയുടെ CBT 1 ഒക്കെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്ത സമയത്ത് ധാരാളം സ്റ്റുഡൻസ് നമ്മളെ തിരഞ്ഞെടുത്തവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഊഴമാണ്. ഇനിയുള്ള സമയം നിങ്ങൾ ചിട്ടയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക. ഒരു ബിഗിനർ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇപ്പോൾ 2024, 2025 കോഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന എക്സാമാണ്. അവരൊക്കെ ആദ്യത്തെ എക്സാം ആയിരിക്കും ഇത്. ഈ എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കണം? ഇതിൻ്റെ സിലബസിൻ്റെ ഓർഡർ എങ്ങനെയാണ്? നിങ്ങൾ എവിടെയൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ ഇപ്പം ALP എക്സാംസിനൊക്കെ തയ്യാറെടുക്കുന്നവർ അവിടെ ടെക്നിക്കൽ എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. നേരെ മറിച്ച് SSC JEEയിലൊക്കെ നമ്മൾ കാര്യമായിട്ട് ടെക്നിക്കൽ പാർട്ടൊക്കെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 2 എക്സാംസ് നിങ്ങൾക്ക് ഒരേപോലെ എങ്ങനെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാം, എവിടെയൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടൈപ്പുള്ള സ്റ്റഡി മെറ്റീരിയൽസാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, റിവിഷന് വേണ്ടി എത്ര സമയം മാറ്റി വെക്കണം, സിലബസിലെ സബ്ജക്റ്റുകളൊക്കെ എത്രത്തോളം ഡെപ്തിൽ പോകേണ്ടതായിട്ട് ആവശ്യമുണ്ട്, ഏതൊക്കെ ഏരിയാസിനാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫാക്കൽറ്റി എക്സ്പേർട്സ് വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാനും കോഴ്സിൽ എൻറോൾ ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കാണുന്ന ഫുൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഒപ്പം കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.